നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ ഒടുവിൽ ഗബ്രിയേൽ ഹീസസ് ഗോൾ അടിച്ചിരിക്കുന്നു. ഒന്നല്ല, മൂന്നെണ്ണം. യെസ്, ഹാട്രിക് നേടി ഗബ്രിയേൽ ജീസസ്. അതിൻ്റെ ബലത്തിൽ തന്നെ ഇപ്പോൾ EFL കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ 3-2 ക്രിസ്റ്റൽ പാലസിനെതിരെ ആഴ്സണൽ വിജയിച്ച് കയറിയിരിക്കുന്നു. മത്സരത്തിൽ ഗബ്രിയേൽ ഹീസസ് രണ്ടാം പകുതിയിൽ നേടിയ ഹാട്രിക്കാണ് ആഴ്സണലിന് തുണയായി മാറിയത്. 4-ാമത്തെ മിനിറ്റിൽ തന്നെ മറ്റേറ്റിലൂടെ ക്രിസ്റ്റൽ പാലസ് മുന്നിലെത്തിയതാണ്. പക്ഷേ 54-ാമത്തെ മിനിറ്റിലും 73-ാമത്തെ മിനിറ്റിലും 81-ാമത്തെ മിനിറ്റിലുമായിട്ട് ഗബ്രിയേൽ ഹീസസ് ആഴ്സണലിനായിട്ട് ഗോൾ അടിച്ചു. എൻകെറ്റിയ ഒരു ഗോൾ കൂടി ക്രിസ്റ്റൽ പാലസിനായി നേടിയെങ്കിലും 3-2 വിജയം ആഴ്സണലിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഏതായാലും മികച്ച പ്രകടനം ഗബ്രിയേൽ ഹീസസിൽ നിന്ന് വന്നു എന്നുള്ളതിൽ ഹാപ്പിയാണ് മൈക്കൽ ആർട്ടീറ്റ. അവന് ക്വാളിറ്റി ഉണ്ട്. ഈ പ്രകടനം അവൻ തുടർന്നാൽ തീർച്ചയായും ഞങ്ങൾക്കത് ഗുണകരമായി മാറും എന്നാണ് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത്. മത്സരത്തിൽ ഗബ്രിയേൽ ഹീസസിന്റെ പ്രകടനം നോക്കുക. 3 ഗോളുകൾ, 5 ഷോട്ടുകൾ ഉതിർത്തതിൽ 5 ഓൺ ടാർഗറ്റ്, 100% അദ്ദേഹത്തിന്റെ ഷോട്ടിന്റെ ആക്യുറസി. 4 ബിഗ് ചാൻസുകൾ വന്നതിൽ 3ഉം അവൻ കൺവേർട്ട് ചെയ്തു. 10 ആക്ഷൻസ് ആണ് എതിരാളികളുടെ പെനാൽറ്റി ഏരിയയിൽ നടത്തിയത്. അതുപോലെ 87% പാസിംഗ് ആക്യുറസി, 23 പാസുകളിൽ 20ഉം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 48 ടച്ചുകൾ. അങ്ങനെ മികച്ച പ്രകടനം. 8.9 അദ്ദേഹത്തിന് sofascore.com നൽകിയ റേറ്റിംഗ്. ചുരുക്കത്തിൽ ഗബ്രിയേൽ ഹീസസ് ആ പഴയ പ്രതാപത്തിന്റെ മിന്നലാട്ടങ്ങൾ കാണിച്ച മത്സരമാണ് ഇപ്പോൾ ആഴ്സണൽ വിജയിച്ചു കയറിയിരിക്കുന്നത്. അതേസമയം സതാംപ്ടനെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ലിവർപൂളിന് വേണ്ടി ഡാർവിൻ ന്യൂനസും എലിയറ്റുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.